നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ. കേച്ചേരി തലക്കോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലേക്കും മൺപാത്ര കടയിലേക്കും ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 75% പോളിംഗ്. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം 77 കടന്നിരുന്നു. ജില്ലയിൽ പോളിംഗ് ശതമാനം ഈ വിധം ഉയരുന്നത് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. SIR-ന് ശേഷം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ 1.5 ലക്ഷം വോട്ടുകൾ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം UDF-ന് ലഭിച്ചത്. ഇത്തവണ ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി വിലയിരുത്തി വരികയാണ് മുന്നണികൾ. ജില്ലയിൽ കഴിഞ്ഞ തവണ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. തൃശൂർ, മണലൂർ, നാട്ടിക മണ്ഡലങ്ങളാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് BJP വിലയിരുത്തുന്നത്. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോരത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുമ്പ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാരെത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. കുടിവെള്ളമില്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങളതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല. പ്രാവശ്യം വോട്ടൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിഷുവിൻ്റെ മുന്നായിട്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് നോക്കുക. പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ദേശീയപാതയോരത്ത് കുളം കണക്കെ എടുത്ത കുഴി ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കാനയിലേക്ക് പാഴായി ഒഴുകി പോകുന്നത്. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചെങ്കിലും വേണ്ട വിധം പരിഗണിച്ചില്ലെന്ന് വാർഡ് മെമ്പർ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു. 4 മാസക്കാലത്തോളമായി ചന്ദ്രാപിന്നി സെൻറ്ററിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും കുടിവെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല വട്ടം എയിനോടും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഡിവിഷനിലേക്കൊക്കെ ഒരുപാട് തവണ പരാതി പറയുകയും ഫോൺ ചെയ്ത് അവരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 തവണ അവർ നന്നാക്കാൻ വന്നിരുന്നു, പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ 10-60 കുടുംബങ്ങൾ വെള്ളം കിട്ടിയിട്ട് 4-5 മാസക്കാലത്തോളമായി. ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവരെ പ്രതിഷേധം നോണം
ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മൗലിക അവകാശവും പൗരാവകാശവുമാണ് വോട്ടവകാശം. ആ വോട്ട് പോലും ഇന്നലെ ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ ബഹിഷ്കരിക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി ഒരു കുളം പോലെ ഇവിടെ കുത്തിയിട്ടുണ്ട്, വെള്ളച്ചാട്ടം പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ പരിസരത്ത് മണിക്കൂറിൽ ആയിരക്കണക്കിന് വണ്ടിയാണ് പോകുന്നത്. നാഷണൽ ഹൈവേ ആണ്. ഒരുപാട് വണ്ടി പോകുന്നിടത്താണ് ഇവിടെ ഒരു അപകടക്കെണിയായിട്ട് ഇത് നിലനിൽക്കുന്നത്. ഇതൊന്നും പരിഹരിക്കാനോ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാനോ നമ്മുടെ ഭരണ സംവിധാനത്തിനും കഴിയുന്നില്ല. അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ തമ്പുരാക്കന്മാർ ഇതൊന്ന് വന്ന് നോക്കിയ ഇതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. കേച്ചേരി തലക്കോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപുരം സ്വദേശി കിണറുമാക്കാൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ ആയിരുന്നു അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി പ്രവീൺ, യാത്രക്കാരായ തങ്കം, അന്നൈ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്കൂട്ടർ യാത്രിക വേലൂർ സ്വദേശി വന്ദനയെ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട CNG ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ചാവക്കാട് മണത്തല സ്വദേശി അഷ്കറിനും പരിക്കേറ്റിട്ടുണ്ട്. കേച്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിരെ വന്ന CNG ഓട്ടോയിലും സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്ക് യാത്രികന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലേക്കും മൺപാത്ര കടയിലേക്കും ഇടിച്ചു കയറി. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അത്താണി വീണാലൂർ കൊച്ചുപറമ്പിൽ വീട്ടിൽ ബിജു ജോർജ് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് മുണ്ടൂർ ഓഫീസർ ആയിരുന്ന ബിജു ജോർജ് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചാണ് നിന്നത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തൃശൂർ പൂരത്തിനോട് അനുബന്ധിച്ചുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂര പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച നടക്കും. നടുവിലാലും നായ്ക്കനാലുമായി പണിയുന്ന പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച രാവിലെ 10:45-നും 11:45-നും ഇടയിൽ നടക്കുമെന്ന് ദേവസ്വം സെക്രട്ടറി അറിയിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ 70 വയസ്സ് തികഞ്ഞ മുതിർന്ന വ്യാപാരികൾക്കുള്ള 3ാം ഘട്ട പെൻഷൻ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. തൊഴിലിടത്തെ ലൈംഗിക അതിക്രമം GST ജോയിന്റ് കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. സഹപ്രവർത്തകയോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്ന പരാതിയിൽ GST വകുപ്പ് തൃശൂർ ജില്ലാ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെതിരെയാണ് നടപടിക്ക് ശുപാർശ. തൃശൂർ ജില്ലാ കളക്ടർക്കും GST വകുപ്പ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹപ്രവർത്തകരായ പരാതിക്കാരുടെ ഫോണിലേക്ക് ഇയാൾ അശ്ലീല വീഡിയോ ലിങ്കുകൾ അയക്കുകയും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് പോക്സോ ആക്ട് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സൗജന്യ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് തുടങ്ങി ജവ്വി ഫുട്ബോൾ അക്കാദമി. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 12 വർഷമായി JBV ഫുട്ബോൾ അക്കാദമി നടത്തിവരുന്ന സൗജന്യ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ അവധി തുടങ്ങി 2 മാസക്കാലമാണ് ക്യാമ്പ് നടത്തുക. 5 വയസ്സ് മുതൽ +2 വരെയുള്ള 128 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മാപ്രാണം കിക്ക് ഷാക്ക് ടർഫ് കോർട്ടിൽ നടന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടറും JBV സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായ PV സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ആന്റോ തൊറയൻ, ഷാഫി കല്ലുംകടവ്, പ്രദീപ്, അഞ്ജന പ്രേംദാസ് എന്നിവർ പ്രസംഗിച്ചു. വ്യക്തിവൈരാഗ്യത്താൽ മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ പ്രതി പിടിയിൽ. ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപം വെച്ച് മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡിയായ വേളൂക്കര വില്ലേജ് ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ 31 വയസ്സുള്ള സലോഷിനെയാണ് പിടിയിലായത്. കോലോത്തുപടി കളത്തേരി വീട്ടിൽ സുരേഷ് എന്ന ആൾക്കാണ് കുത്തേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ച് പ്രതിയായ സലോഷ് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുരേഷിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. സലോഷ് 2024 കാപ്പ നിയമപ്രകാരം 6 മാസവും 2025 കാപ്പ നിയമപ്രകാരം 6 മാസം നാടുകടത്തി
പ്രതിയും 2026 കാപ്പപ്രകാരം ജയിലിലടക്കാനുള്ള നടപടി നടന്നുവരുന്നതും ഇരിഞ്ഞാലക്കുട കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളെ 5 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും കഞ്ചാവ് ഉപയോഗിച്ച 1 കേസും അടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. വോട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരികെ ബൈക്കിൽ പോകുന്നതിനിടെ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. പേരാമ്പ്ര കേശേരി കരുവാൻ വീട്ടിൽ ഗോപിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അംബിക ഗുരുതരാവസ്ഥയിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈകിട്ട് 5:15 അപകടമുണ്ടായത്. സ്വന്തം വീട് പേരാമ്പ്രയിൽ ആണെങ്കിലും ഭാര്യ വീടായ അവിട്ടത്തൂരിലാണ് ഗോപി താമസിക്കുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തേശ്ശേരി പള്ളി ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ച് അവിട്ടത്തൂരിലേക്ക് പോകുമ്പോൾ കല്ലേറ്റുങ്ങര ഇരിഞ്ഞാലക്കുട റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം എതിർദിശയിൽ വന്ന എയിംസ് വാഹനവുമായി ബൈക്ക് കൂട്ടിയിടിച്ചാണ് അപകടം. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ. കേച്ചേരി തലക്കോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലേക്കും മൺപാത്ര കടയിലേക്കും ഇടിച്ചു കയറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.